ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ഹസ്ബൻഡിൻ്റെ കൂടെ സൈറ്റിൽ പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ്. അങ്ങനെ സൈറ്റിലേക്ക് പോകാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആദ്യം ഇഷ്മോളെ പിക്ക് ചെയ്യണം കേട്ടോ. അവളെ സ്കൂളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അറിയില്ല കേട്ടോ സൈറ്റ് വിസിറ്റിംഗ് ഉള്ളത്. അത് അവർ പെട്ടെന്ന് വിളിച്ചതായിരുന്നു. അങ്ങനെ സ്കൂളെത്തി അവളെ പിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈറ്റിലേക്ക് പോകുന്നത് അതൊന്നും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവളിതാ സ്കൂളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് എക്സാം നടക്കുന്നതാണ്. എക്സാം മോർണിംഗിൽ തന്നെ തീരും കേട്ടോ. പിറ്റേ ദിവസം എക്സാം ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ നോക്കിയില്ല. ഹസ്ബൻഡിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകാറാണ് ആ ഒരു സന്തോഷമല്ലേ. കുറച്ച് ലോങ്ങാണ് കേട്ടോ പോകുന്നത്. ബാലുശ്ശേരി ആ ഒരു റൂട്ടിലാണ്. നടുവണ്ണൂർ ആ ഒരു അവിടെയാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടും അതിന് ഗ്യാരേജിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇഷ്മോളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഒരു ഇളനീർ ജ്യൂസ് വാങ്ങിക്കാമെന്ന് കരുതിന്. അപ്പോൾ അവൾക്ക് ഇത് കണ്ടപ്പോൾ ഇത് മതിയായിരുന്നു. അങ്ങനെ ഞാനൊരു ഇളനീർ ജ്യൂസും കുടിച്ചു. അവൾ ഇതും കഴിച്ചു കേട്ടോ. അപ്പോഴൊക്കെ ഗ്യാരേജിൽ നിന്ന് വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, ഫ്രണ്ടിൽ അവർ നന്നാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3:16 ടൈമിൽ ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അരീക്കോട് എത്തിയപ്പോഴേക്കും പ്രിൻ്റ് എടുക്കാണ്ടായിരുന്നു. എന്നും എടുക്കുന്ന കടയിൽ നിന്ന് തന്നെ കേട്ടോ അവർ പ്രിൻ്റ് എടുക്കാനും വേണ്ടിയിട്ട് പോവുകയാണ്. ഇഷ്മോൾക്ക് ഒന്നും വാങ്ങിക്കൊന്നുമില്ല കേട്ടോ. എന്നാലും അവളെ കൂടെ പോവും. അവൾക്ക് ഇഷ്ടമുണ്ട് അതൊക്കെ. അങ്ങനെ പ്രിൻ്റ് എടുത്ത് വന്നു. ഞങ്ങളിനി യാത്ര തുടരാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോഴൊന്നും ഇഷ്മോക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ പോകുന്നത്. അപ്പോൾ എന്താ ഈ റൂട്ടിൽ പോകുന്നത്, എന്താണ് ഇപ്പച്ചി അങ്ങനെയൊക്കെ ചോദിക്കണ്ട കേട്ടോ. പിന്നെയാണ് അവളോട് പറഞ്ഞത് ഇങ്ങനെ ഇപ്പച്ചി ഇവിടെ പോവുകയാണെന്ന്. പിന്നെ വഴിയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് ഇഷ്മോൾ എപ്പം ഇവിടെ സൈറ്റ് ഉണ്ടാകുമ്പോൾ പോകുമ്പോൾ കുറ്റ്യാടി പാർക്കിലേക്ക് പോകണമെന്ന് എപ്പോഴും പറയും കേട്ടോ. പക്ഷേ നമുക്ക് എന്തോ ഒരു നിർഭാഗ്യം ഈവനിങ്ങിലാണ് നമ്മൾ സൈറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈറ്റും ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിൽ നല്ലോണം ലേറ്റാവും. അപ്പോൾ നമുക്ക് കുറ്റ്യാടി പാർക്കിലോട്ട് പോകാൻ കഴിയില്ല കേട്ടോ. ആ റൂട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് പോകണം എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്മോൾക്ക് എന്തോ മുറിവ് പറ്റിയ, അപ്പോൾ അതൊന്ന് ഒട്ടിക്കണം പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് വാങ്ങിച്ചിട്ട് യൂണിഫോമൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അവൾക്ക് യാത്ര ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഉണ്ടല്ലോ ഇവളെ ചില സമയത്ത് നമ്മളെ പറ്റിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ കയ്യിലിങ്ങനെ തരും, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറും. അപ്പോൾ അതിനിടയിൽ റോഡ് മാറി നമ്മൾ പോവും. അങ്ങനെയൊക്കെയാണല്ലോ ഈ ഗൂഗിൾ മാപ്പ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഇതും കൈ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. പക്ഷേ പിന്നെ വഴി അറിയാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചിലപ്പോൾ നമ്മളടുത്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ട് ഈ ഒരു ഗോൾഡിൻ്റെ ഷോപ്പിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ പോകാനുള്ളത്. പിന്നെ നമ്മൾ ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുന്നേ ഒന്ന് അങ്ങോട്ട് വഴി മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 5 ആ ഒരു ടൈമായിരുന്നു. അങ്ങനെ ഇവിടെ ഇതിന് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കട്ടോ. ഞങ്ങൾ കാറിനുള്ളിൽ സ്പെൻഡ് ചെയ്തതും. അങ്ങനെ ഹസ്ബൻഡ് ഇവിടെ വണ്ടി നിർത്തി. ഇവിടെ ഒരു ഗ്രൗണ്ടാണ്, അവിടെ വണ്ടി നിർത്തി. പിന്നെ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. എല്ലാം ഇല്ലേ. പിന്നെ അളവിൻ്റെത് അതൊക്കെ അവരെ ഓരോ ഐറ്റംസ് ആണല്ലോ. അതൊന്നും നമുക്കറിയില്ല കേട്ടോ. അറിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണം. ഇതൊക്കെ പറഞ്ഞാണ്ട് അറിയും. ഇതൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പെട്ടായിരുന്നു കേട്ടോ. അതെന്തോ ഒരു അളക്കുന്ന അവരെ ഫീൽഡുമായിട്ട് ഉള്ളതായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ആ ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ പോണ കണ്ടോ. അതിൻ്റെ അപ്പുറം വീടാണ് കേട്ടോ സൈറ്റ് വരുന്നത്. അപ്പോൾ ഇഷ്മോളോട് ഞാൻ അങ്ങനെ പറയണ്ട്, ഇഷ്മോൾ ടയേർഡായില്ല, ഡ്രസ്സൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിക്കളാം. പിന്നെ വിശക്കൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ആ ഒരു ഇതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കൈയൊക്കെ വാഷ് ചെയ്തിരുന്നു കേട്ടോ. കാരണം വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും വെള്ളം വണ്ടിയിൽ വെക്കും കേട്ടോ. അങ്ങനെ ഇഷ്മോൾ ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു ഏതെല്ലാം എക്സാമാണ്. പിറ്റേ ദിവസം അവൾക്ക് കമ്പ്യൂട്ടറിൻ്റെ എക്സാം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയായാലും വീട്ടിലെത്താൻ നല്ലോണം ലേറ്റാവും. അപ്പോൾ ഞാൻ അവളോട് പറയണ്ടേ പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് ബുക്ക് എടുത്തോ എന്നൊക്കെ പറയണ്ടേ. കയ്യിൽ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ട് ഒന്ന് വായിക്കട്ടെ. എക്സാമാണ് നടക്കുന്നത്. എന്ത് എക്സാമില്ലേ, യാത്രയിൽ എന്ത് എക്സാം, ഞങ്ങളെപ്പോലെ ഉള്ളവർക്കൊക്കെ അല്ലേ. അങ്ങനെ കുറച്ച് സമയമൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വായിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഹസ്ബൻഡ് വന്നപ്പം അവിടെ ഉണ്ടായിരുന്ന അവർ
ചായ കുടിക്കാതെ എന്തായാലും സമ്മതിക്കില്ല. അവിടുത്തെ ഇത്ത വന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാനും വേണ്ടിയിട്ട്, അവിടെ വീട്ടിൽ വന്ന് ഇരിക്കാമെന്നൊക്കെ. അങ്ങനെ ആയാലും ഞങ്ങളെന്നാലും കൂടെ പോകും കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, അവർക്കൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ. അങ്ങനെ നമ്മളെ ചായ കുടിക്കാനും വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താണ് ഫസ്റ്റ് ടൈം മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തോ തോന്നി, നമ്മൾ ക്യാഷ് അല്ലല്ലോ, നമുക്ക് വേറൊരാൾ വാങ്ങി തരുമ്പോൾ നമ്മൾ അത്രയും ഇതിൽ വാങ്ങിക്കണം. ഞാൻ അങ്ങനെ കേട്ടോ മനസ്സിലാക്കൽ. അങ്ങനെ ഞങ്ങൾക്ക് നെയ് റോസ്റ്റാട്ടോ വാങ്ങിച്ചത്. ഇഷ്മോൾക്ക് പൊറാട്ടയും ബീഫാണ് കേട്ടോ, അവൾക്കിത് ഇഷ്ടമല്ല. അങ്ങനെ അവിടുത്തെ ഇക്ക വാങ്ങിച്ച് കുറേ പറഞ്ഞിട്ടോ ഇനി വേറെ എന്തെങ്കിലും എടുക്കട്ടെ, പക്ഷേ ഞങ്ങൾ ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ക്യാഷ് ആണെങ്കിൽ ഓക്കെ, നമുക്കിത് ഒരാൾ വാങ്ങി തരിക പറയുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. കാരണം നമ്മളിതിങ്ങനെ അത് വേണം ഇത് വേണം എനിക്കൊരു ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇഷ്മോൾ ഇതാ ക്ഷീണിച്ചൊക്കെ ഒന്ന് കിടന്ന് നിൽക്കണം. അവൾ എങ്ങനെയായാലും ഫ്രണ്ടിൽ എൻ്റെ മടിയിലോട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷം പിന്നെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കണ്ടൊരു പള്ളിയിൽ കയറിയിട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പള്ളിയിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കണ ഭയങ്കര സുഖം തന്നെയാണ്. ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നാട്ടിലെത്തിട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് ജസ്റ്റ് ഒന്നും ഇങ്ങനെയല്ല കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ അരീക്കോട് മമതയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും നല്ല കനത്തിലൊന്ന് കഴിക്കാമെന്നൊക്കെ കരുതിയിട്ടാ. അങ്ങനെ ഇഷ്മോൾ ഉറക്കത്തിൻ്റെ ഭ്രാന്തിലായിരുന്നു. അങ്ങനെ ഇത് ആരോ കഴിച്ച പ്ലേറ്റും ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ പറഞ്ഞാൽ എപ്പോഴും തിരക്കായിരിക്കും. ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും തിരക്ക്. ഇങ്ങനെ സീറ്റ് പിടിച്ചിരിക്കണം, നമ്മളുണ്ടാവുമല്ലോ ബസ്സിലൊക്കെ സീറ്റ് പിടിക്കണ ഒരു സീറ്റ് പിടിച്ച് ഇരിക്കട്ടെ ഞങ്ങൾ. അങ്ങനെ എന്താണ് അവർ ക്ലീനാക്കി തന്ന്. കാരണം നമ്മൾ അവിടെ ഇങ്ങനെ നിന്നാൽ നമുക്ക് അവിടെ നിൽക്കാനേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ വേറെ ആരെങ്കിലും അങ്ങനെ കയറിയിരിക്കും. അതിന് ശേഷം പിന്നെ അവിടുന്ന് നോക്കിയിട്ട് താഴോട്ട് നോക്കിയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അതൊക്കെ. അങ്ങനെ ഞങ്ങൾ സ്പ്രിങ് കോഴീൻ്റെ ഒരു ഇതാണ് കേട്ടോ വാങ്ങിച്ചിന്. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. കഴിക്കാനൊന്നും വലിയ ക്വാണ്ടിറ്റിയും കാര്യമൊന്നുമില്ല, പക്ഷെ ടേസ്റ്റിൽ ഒന്നും പറയില്ല. എനിക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ. ആ ഗ്രേവിയും പൊറാട്ടയും ഒക്കെ ആയിട്ട് കഴിക്കാൻ, ഗ്രേവി ഒന്നുമില്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്താട്ടി ഫുള്ളങ്ങോട്ട് അതിനങ്ങോട്ട് എന്താണ് അസ്ഥി കൂടാരാക്കിയില്ലേ, അതേപോലെ അങ്ങോട്ട് ആക്കി വെച്ചിട്ടോ. എല്ലും മുള്ളും എല്ലാം അങ്ങോട്ട് വേറെടുത്ത്. പിന്നെ അങ്ങനെ അവിടുന്ന് സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് മടങ്ങിട്ടോ. വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്